6 വർഷമായി യാത്രാ ദുരിതമൊഴിയാത്ത പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡ് മഴ ശക്തമായതോടെ തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ച് അതേപടി കിടന്ന മാസങ്ങൾക്കു ശേഷം ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ തട്ടിക്കൂട്ട് കുഴിയടയ്ക്കൽ നടത്തും. കാലങ്ങളായി തുടരുന്ന ഈ ദുരിതം മഴ ശക്തമായതോടെ ഇരട്ടിയായി. കാൽനട പോലും സാധ്യമാകാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ. റോഡ് പൊളിച്ചിട്ട മണ്ണ് കാനകളിൽ നിറഞ്ഞതോടെ ഒരു മഴയിൽ തന്നെ പലയിടത്തും മുട്ടോളം വെള്ളമുയർന്നു. റോഡിലെ വലിയ കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീണ് അപകടം പറ്റുന്നുണ്ട്. വേനൽക്കാലത്ത് തന്നെ തീർക്കാവുന്ന പണികൾ ഉദ്യോഗസ്ഥരും കരാറുകാരുടെയും അനാസ്ഥ മൂലമാണ് നീണ്ടുപോയത്. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഏകോപനമില്ലാത്തതാണ് റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണമായത്. ഈ പാതയിൽ വാഹനം ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ ദുരിതം പറഞ്ഞാലും തീരില്ല. വണ്ടി ഓടിക്കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കേണ്ടി വന്നതോടെ പലരും ഓട്ടം നിർത്തി. നിരവധി കുടുംബങ്ങളാണ് ഇതുമൂലം കഷ്ടത്തിലായിരിക്കുന്നത്. പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിന്റെ ദുരിതാവസ്ഥയാണ് ഈ നേരിൽ കാണുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ ദുരിതം ഈ റോഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധ പദ്ധതികളുമായിട്ട് അമൃതം പദ്ധതി, ജലനിധി പദ്ധതി, കിഫ്ബി പദ്ധതി, പഞ്ചായത്തുകളിലേക്കുള്ള പദ്ധതി, ഇങ്ങനെ വിവിധ വെള്ളത്തിന് മാത്രമായി തന്നെ വിവിധ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ റോഡിൻ്റെ മാറി പൊളിക്കുന്ന മാതിരിയാണ് വലിയ രീതിയിൽ ഇത് പൊളിച്ചു പോയത്. തുടർ നടപടികൾ ഉണ്ടാകാറില്ല. പൊളിക്കുക, അത് മണ്ണിട്ട് മൂടുക എന്നല്ലാതെ പിന്നീട് നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഷേധമുണ്ടെങ്കിൽ മാത്രം അത് കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ റോഡിന് കഴിഞ്ഞ 6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് എന്നും ഈ വെള്ളത്തിന്, കുടിവെള്ളത്തിന് വേണ്ടി പൊളിച്ച് ഇങ്ങനെ യാത്രാ ദുരിതം ഉണ്ടാക്കുക എന്നുള്ളൊരു ദുർവിധി ഈ റോഡിനുണ്ടായിരിക്കുകയാണ്. ഇത് വാട്ടർ അതോറിറ്റിയുടെ വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ വകുപ്പും തമ്മിൽ ഏകോപനമില്ല. ഇങ്ങനെ ഒരു വർക്ക്, ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട റോഡിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ അവർ തമ്മിലൊരു ഏകോപനത്തിലെത്തുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, ഒരു പൊതുജനത്തിൻ്റെ സംസാരം ചെല്ലുമ്പോൾ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്നല്ലാതെ ഇതിനൊരു കൃത്യമായ മറുപടി പോലും കിട്ടുന്നില്ല. ഇതിന് MLA ഇതിന് പല രീതിയിൽ ഇടപെട്ടു എന്നാണ് അറിയുന്നത്, മന്ത്രിയുമായി ബന്ധപ്പെട്ടു എന്നറിയുന്നു. പക്ഷേ ഇന്നും അതിന് ഒരു നടപടികൾ ആകുന്നില്ല. ഇനി ഈ ജനം എവിടെയാണ് ഇതിനുമായി ബന്ധപ്പെടേണ്ടത്? ജനം സ്തംഭനാവസ്ഥയിലാണ്. സ്കൂൾ തുറന്നു, ഒരുപാട് വാഹനങ്ങൾ പോകേണ്ട റോഡാണിത്. സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ ഈ 1.5 കിലോമീറ്റർ പൊളിച്ചിട്ടിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ തന്നെ 100-ലധികം ഓട്ടോറിക്ഷക്കാർ ജീവനം നടത്തുന്നുണ്ട്. ഓട്ടോ ഓടിച്ചിട്ട് അവരുടെ വാഹനത്തിൻ്റെ വരുന്ന നഷ്ടങ്ങൾ, അവരുടെ ഈ സമയത്ത് ഓട്ടമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ളതിൽ ഈ 100-ൽ പരം ഓട്ടോറിക്ഷക്കാർ ഏറെ ചിന്തിച്ച് നിൽക്കുന്നൊരവസരമാണ്. ഇതിന് ശാശ്വതമായ പരിഹാരങ്ങൾ വേണം. നമുക്ക് വികസനം വേണം, വികസനത്തെ ആരും ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ വികസനത്തിന് വേണ്ടി നടത്തുന്ന പരിപാടികൾ അത് അതിൻ്റെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനിയും ഇവിടെ അപകട മരണങ്ങൾ ഉണ്ടാവരുത്. 2ഓളം അപകട മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 വർഷത്തിനുള്ളിൽ ഈ റോഡിൻ്റെ ദുരിതാവസ്ഥയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നാളെ സ്കൂളുകളുടെ തുറന്നു, സ്കൂൾ കുട്ടികൾ കൂടി സൈക്കിളുമ്മൽ ഇതിലെ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് അധികാരികൾ കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. 100ഓളം ഓട്ടോ തൊഴിലാളികൾ റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ്. പലതവണ പരാതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുകയല്ലാതെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഞാൻ ഇവിടെ 15 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിപ്പിക്കുന്നതാണ്. ഇന്ന് ഓട്ടോറിക്ഷയില്ല, കംപ്ലൈൻ്റായിട്ട് കയറ്റിയിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ ഓടിപ്പിച്ചിട്ടുള്ള കംപ്ലൈൻ്റാണ് എനിക്ക് വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 3 ലക്ഷത്തോളം ഉറുപ്പിക ചിലവാക്കി ഒരു വണ്ടി മേടിച്ചതാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു കടയുണ്ട്, എൻ്റെ വൈഫിൻ്റേതാണ്. അത് ഈ പ്രദേശത്ത് കൂടെ പോകുന്ന പൊടി ശല്യം മൂലം അവൾക്ക് എൻ്റെ വൈഫിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആസ്പത്രി കേസ് വന്നു, അലർജി വന്നു. 10-20,000 റുപ്യോളം ഈ പൊടിശല്യത്തിൻ്റെ ഇതിൽ എനിക്ക് ചിലവിടേണ്ടി വന്നത്. ഇപ്പം എൻ്റെ വണ്ടി തകരാറായിട്ട് വർക്ക്ഷോപ്പിലാണ്. ആക്സിഡൻ്റ് കംപ്ലയിൻറ്റ്, പല കംപ്ലയിൻറ്റുകളായിട്ട് കിടക്കുന്നത്. എനിക്ക് വണ്ടി ഓടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലധികാരികൾ ഈ റോഡ് നന്നാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാനിരിക്കെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.